ഹലോ, ആരാണ്? പോണിന്നും വിളിക്കാം, ടോണിന്നും വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്റെ ശരിക്കുള്ള പേര് ടോണി. നാട്ടുകാരെന്നെ സ്നേഹത്തിൽ പോണിന്നും വിളിക്കും. പോണി അങ്ങനെ ഒരു പ്രാവശ്യമേ പറയൂ, പല പ്രാവശ്യം ഒന്നും പറയാറില്ല. മര്യാദയ്ക്ക് നിന്റെ ഫോർമുല എനിക്ക് തരണം. പല വസ്തുക്കളിലും നിനക്ക് ഒളിക്കാനുള്ള വിദ്യ അറിയാലോ. ആ ഫോർമുല നീ എനിക്ക് തന്നാൽ നിന്നെ ഞാൻ ഒരു വലിയ കോടീശ്വരനാക്കി മാറ്റാം. അല്ലെങ്കിൽ തെരുവിലോട്ട് നിന്നെ കൊണ്ടുവരും. എടോ മണ്ട, നിന്നെ പോലുള്ളവരുടെ പേടിപ്പിക്കല് എന്റെ അടുത്ത് ഒരിക്കലും വിലപ്പോവില്ല. നീ എന്ത് കുന്തം വേണമെങ്കിലും ചെയ്തോ, ഞാൻ എന്റെ ഫോർമുല ഒരിക്കലും നിനക്ക് തരാൻ പോകുന്നില്ല. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ പറഞ്ഞ സമയത്തേക്ക് അങ്ങോട്ട് തന്നെ പോവാം. കുട്ടികളെ, നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാ. കാരണം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ മിസ്റ്റർ കെമേലിയൻ നേരിട്ടിങ്ങോട്ട് വരുന്നുണ്ട്. മിസ്റ്റർ കെമേലിയൻ ഒരു വളരെ പ്രശസ്തനായ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി ഒന്ന് പറയണമെന്ന് വെച്ചാൽ, ആ കണ്ടുപിടുത്തം കാരണമാണ് അദ്ദേഹത്തിന് മിസ്റ്റർ കെമേലിയൻ എന്ന പേര് കിട്ടിയത്. അത് എന്ത് ഇൻവെൻഷൻ ആണ് സർ? കെമേലിയൻ അതായത് ഓന്ത്. അത് പോകുന്ന സ്ഥലത്തൊക്കെ എങ്ങനെ നിറം മാറുമോ അതുപോലെ ഇദ്ദേഹത്തിനും ഏത് വസ്തുവിലും ഒളിക്കാൻ പറ്റും. പിന്നെ മിസ്റ്റർ കെമേലിയൻ ഒരു പുതിയ ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം സ്വയം ഏതൊരു വസ്തുവിലും കടന്നു കയറാനുള്ള കഴിവുണ്ട്. അദ്ദേഹം ചിലപ്പോൾ ഒരു സോഫ സെറ്റായി മാറും, പിന്നെ ഫ്ലവർ വേസായി മാറാൻ കഴിയും, ചിലപ്പോൾ ചെയറായി മാറും. അങ്ങനെ ഏതൊരു വസ്തുവിലും സ്വയം ഒളിച്ചു മാറിയിരിക്കും. ക്ഷമിക്കണം, കുറച്ചൊക്കെ താമസിച്ചു പോയി. കുട്ടികളെ, ഇദ്ദേഹമാണ് മിസ്റ്റർ കെമേലിയൻ. ഇദ്ദേഹത്തിനെ കുറിച്ചാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ മിസ്റ്റർ കെമേലിയനോട് നന്ദി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നു. ഇനി ഇദ്ദേഹം നിങ്ങളോട് 2 വാക്ക് പറയും. താങ്ക് യു വെരി മച്ച് പ്രിൻസിപ്പൽ സിംഗ്. കുട്ടികളെ, ഒരു കാലത്ത് ഞാനും നിങ്ങളെ പോലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ, രാജ്യത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യണമെന്ന്. അത് രാജ്യത്തിന് ഉപകാരപ്രദവുമായിരിക്കണം. കുട്ടികളെ, ഒരു മനുഷ്യൻ എന്ത് വിചാരിച്ചാലും അത് സാധിച്ചെടുക്കാവുന്നതേയുള്ളൂ. നല്ല ബുദ്ധിയും സഹനശക്തിയും പിന്നെ നല്ലവണ്ണം കഠിനാധ്വാനവും വേണം. മനസ്സിലായോ? കുട്ടികളെ, എനിക്കൊരു അത്യാവശ്യ ജോലി വന്നു. ഞാൻ വീണ്ടും വരാം കേട്ടോ. നമുക്ക് പിന്നെ കാണാം. എന്ത് കുഴപ്പമുണ്ട്? വരൂ, നമുക്ക് നോക്കാം. കണ്ടുപിടിക്കുക. അയാൾക്ക് ഏത് രൂപം വേണമെങ്കിലും മാറാൻ കഴിയും. സോഫ, ടേബിൾ, ഫ്ലവർ വേസ്, ഏതാണെങ്കിലും വേഗം പോയി കണ്ടുപിടിക്കുക. നിങ്ങൾ അയാളെ പിടിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം, കേട്ടല്ലോ? മിസ്റ്റർ കെമേലിയന് ഏത് വസ്തുക്കളിൽ വേണമെങ്കിലും ഒളിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ അങ്ങോട്ട് നോക്ക്, അദ്ദേഹം ഒരു ഫ്ലവർ വാസിലാണ്. ചിലപ്പോ അദ്ദേഹത്തെ പിടിക്കാനായിരിക്കും ആ ഗുണ്ടകൾ വന്നത്. ഞാനൊരു കാര്യം പറയാം. ശിവ, ഈ ഫ്ലവർ വേസ് ഉണ്ടല്ലോ, ഇതിന്റെ സ്ഥാനത്ത് നിന്ന് മാറി. സർ അനങ്ങരുത്, ഇവര് നിങ്ങളെ കണ്ടുപിടിക്കും.
കുട്ടി മര്യാദയ്ക്ക് അവിടുന്ന് മാറി നിൽക്കാനാ പറഞ്ഞത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അമ്മോ, ഈ കുട്ടിന്റെ അടി മേടിക്കാൻ എന്നെ കൊണ്ട് വയ്യ. മിസ്റ്റർ കമേലിയനെ എടുത്ത് നമുക്ക് ഇവിടുന്ന് ഓടാം. ഇനി സാറിന് പുറത്തേക്ക് വരാം. അവരൊക്കെ പോയി കഴിഞ്ഞു. താങ്ക് യു മോനെ, നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എങ്ങനെയാ മാഞ്ഞു പോകുന്നെന്ന് അറിയാൻ വേണ്ടിയാ അവന്മാർ എന്റെ പുറകെ നടക്കുന്നത്. ഇവന്മാര് മുഴുവനും ഗുണ്ടകളാ. ശരിക്കും ഞാൻ ഈ ഫോർമുല രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ നന്മയോർത്ത് മാത്രമാ ചെയ്തത്. പക്ഷേ ആ ഗുണ്ട ടോണി അത് ദുരുപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. സർ, ഞാൻ ലഡു സിംഗ് സാറിനോട് പറഞ്ഞ് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. നിങ്ങൾ എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചോളൂ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എനിക്ക് കോൾ ചെയ്യൂ. ഇത് കണ്ടോ ബോസ്, ഇതിന്റെ അകത്തുണ്ട് മിസ്റ്റർ കമേലിയൻ. ഹലോ മിസ്റ്റർ കമേലിയൻ, സുഖാണോ മോനെ? ഞാനാണ് പോണി. പോണിന്ന് വിളിക്കാം, ടോണിന്ന് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടം. വെറുതെ സമയം കളയാതെ പുറത്തേക്ക് ഇറങ്ങി വാ. വാ മോനെ ദിനേശ, വാ. പെട്ടെന്ന് ആ ഫോർമുല എന്റെ കയ്യിൽ താ. വേഗം താ, കോടീഷൻ ആവണ്ടേ നിനക്ക്. മിസ്റ്റർ കമേലിയൻ, പുറത്തേക്ക് വരാനാ ഞാൻ പറഞ്ഞത്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വരുന്നതാ നിനക്ക് നല്ലത്. വാ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. അവനില്ലാത്ത ഫ്ലവർ ഫേസും കൊണ്ട് കൊണ്ടുവന്നിരിക്ക മാണ്ടാമാര്. ആ മിസ്റ്റർ കമേലിയൻ നിങ്ങൾ എല്ലാരും വിഡ്ഢികളാക്കിയിരിക്കുന്നു. സോറി ബോസ്, ആ കുട്ടികളെ ഈ ഫ്ലവർ വേസിനെ മാറ്റി ഞങ്ങളെ മണ്ടന്മാരാക്കി. ഞാൻ വിടില്ല. ആ കുട്ടി ഇങ്ങനെ ചതി ചെയ്ത് ഞാൻ വിചാരിച്ചില്ല. ഏത് കുട്ടിയുടെ കാര്യമാ പറയണേ? അവനെ കുട്ടിയൊന്നും വിളിക്കരുത്. അവന്റെ പേര് ശിവ എന്നാണ്. അവര് ഞങ്ങളെ അടിച്ച് ഷേപ്പ് മാറ്റി ബോസ്. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ചിട്ട് വന്നിരിക്കാ. നാണം കേട്ടവന്മാര്. ചെല മിസ്റ്റർ കമലിനെ അവന്റെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവാ. വേഗം പോവാനാ പറഞ്ഞേ. ശിവ, നിനക്ക് ഉറപ്പുണ്ടോ ആ ഗുണ്ടകള് മിസ്റ്റർ കെമേലിയന്റെ വീട്ടിലേക്ക് വരുമെന്ന്? ഉണ്ടെങ്കിൽ പറ. അവര് തെറ്റായ ഫ്ലവർ വാസാണ് എടുത്തോണ്ട് പോയതെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാതിരിക്കില്ല. വരൂ വിഡ്ഢികളെ, വരൂ. നിങ്ങളെ പോലെയുള്ള വിഡ്ഢികൾക്ക് ഞാൻ നല്ലവണ്ണം കരുതി വെച്ചിട്ടുണ്ട്. പിടിച്ചോ. ഓ നോ, ലഡു സിംഗ് സാറേ, അവര് മിസ്റ്റർ കമലിയന്റെ ഹോം സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോകുന്നു. മിസ്റ്റർ കമലിയന്റെ സിഗ്നൽ കിട്ടിയ ഉടനെ നമുക്ക് പോകണം. ഹലോ ശിവ, അവര് വീണ്ടും വന്നിരിക്കുന്നു. മോനെ, നീ ഇവിടെ തന്നെ ഉണ്ടോ? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ സോഫയായിട്ട് വിൻഡോയുടെ അരികിൽ തന്നെ ഉണ്ടാവും. ഓക്കെ സർ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. വരൂ ലഡു സിംഗ് സർ. ഹലോ അങ്കിൾ, എന്തെങ്കിലും അന്വേഷിക്കാൻ വന്നതാണോ? നീ എന്താ ഇവിടെ? നിന്നെ കൊണ്ട് തോറ്റു. മര്യാദയ്ക്ക് നിന്റെ വീട്ടിലിരുന്നോടെ കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. വന്നേ, വന്നേ. എന്റെ അമ്മ. ആദ്യം ആ ലേസറിൽ ടച്ച് ചെയ്യരുത്. ചാടി പോകാം. വിൻഡോയുടെ അടുത്തുള്ള സോഫയില് മിസ്റ്റർ കമലിയൻ ഉണ്ട്. ആ ഗുണ്ടകളെ വീണ്ടും മണ്ടന്മാരാക്കൂ. സോറി സർ,
എനിക്കറിയില്ലായിരുന്നു സാർ ഇവിടെയുള്ളത്. സോറി കേട്ടോ. ദാ, ആ സോഫ എടുത്തുകൊണ്ട് പോ. ആ പെൺകുട്ടി ഇപ്പൊ കേറിയിരുന്നില്ലേ അത്. ഇത്തവണ അയാളെ ഞാൻ വിടില്ല, നോക്കിക്കോ. താങ്ക് യു ശിവ, താങ്ക് യു. വീണ്ടും ഇതാ ഒരു പ്രാവശ്യം കൂടി രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. എന്റെ തല വേദനിക്കുന്നു. ശിവ, ഞാൻ ആ ഫോർമുല എക്സിബിഷൻ ഹാളിലാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നമുക്കതെടുത്ത് പോലീസിലേക്ക് ഏൽപ്പിക്കാം. പിന്നെ നിങ്ങളെ വിഡ്ഢികളാക്കിയ അവൻ എവിടെയാണ്? ആ കമേലിയൻ എവിടെയാണ്? ഈ സോഫയിൽ അവനില്ല, മനസ്സിലായോ? ബോസ്, ആ കുട്ടി മഹാവിരുദ്ധനാ. എന്താണോ? എന്താ താൻ ഇപ്പൊ വിളിച്ചേ? എന്താ? എക്സിബിഷൻ ഹാളിലുള്ള ഫ്ലവർ വേസിലോ? വേഗം എന്റെ കൂടെ വാ. അതെ മിസ്റ്റർ കെമേലിയൻ, എന്തൊരു കുടുക്കാണ് നിങ്ങൾ ഇട്ടത്. കള്ളന്മാർക്ക് പകരം പോലീസുകാരനാണ് ഇടി കിട്ടിയത്. എന്റെ തല വേദനിക്കുന്നു. ആ ഗുണ്ട ഇത്ര സമയം എവിടെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചതൊക്കെ കേട്ട് കാണും. എത്രയും പെട്ടെന്ന് എക്സിബിഷൻ ഹാളിലേക്ക് പോയി ആ ഫോർമുല എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പോണി, പോണിന്നും എന്നെ വിളിക്കാം, ടോണിന്നും വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതാ ഫോർമുല എന്റെ കയ്യിൽ കിട്ടി. ബോസ്, ആ കുട്ടികൾ വരുന്നുണ്ട്, വേഗം ഇവിടുന്ന് ഓടിക്കോ. ആഹാ, ഈ നഗരത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ പോലീസിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയുന്ന പ്ലാൻ പോലെ ചെയ്താൽ മതി. സാരി സാരി, പേഷ്യന്റിന്റെ നില വളരെ ഗുരുതരമാണ്. വീനസിറ്റിയിലെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേ പറ്റൂ. ഡ്രൈവർ ആണെങ്കിൽ ഇവിടെ എങ്ങും കാണുന്നില്ല. വേറൊരു ഡ്രൈവർ ആണെങ്കിൽ വേദ നഗരത്തിന്റെ പുറത്ത് കാത്തിരിക്കുക. ദയവ് ചെയ്ത് വേഗം അവിടുന്ന് ഈ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് വേഗ സിറ്റിയുടെ പുറത്ത് എത്തിപ്പിക്കണം സാർ. പ്ലീസ് സാർ, പ്ലീസ് ഞങ്ങളെ സഹായിക്കണം സാർ. താമസിക്കും തോറും ആ പേഷ്യന്റിന്റെ ജീവനായിരിക്കും അപകടത്തിലാവുക സാർ. അതിനെന്താ, ഇത് വളരെ പുണ്യമായിട്ടുള്ള കാര്യമല്ലേ. വന്നേ വേടാറാം, നീ ഇവിടെ തന്നെ ഇരുന്ന് ശിവയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഞാൻ പോയി അവരെ സഹായിക്കട്ടെ. വന്നേ. പെടരം സർ, ലഡു സിംഗ് സർ എവിടെയാ? അദ്ദേഹം ആംബുലൻസ് വണ്ടിയെടുത്ത് ഒരു പേഷ്യന്റിനെ വേദ സിറ്റിയിലേക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയിരിക്കാണ്. ഇവിടെ നിർത്തിയിട്ട് ആംബുലൻസ് എവിടെ? ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി എങ്ങനെയാ പേഷ്യന്റിനെ കൊണ്ടുപോവുക? പെടരം സർ, ആ ഗുണ്ടകളാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അവര് ലഡു സിംഗ് സാറിനെ പറ്റിച്ചു. നിങ്ങൾ എന്റെ പുറകെ വരും. വണ്ടിയുടെ മുകളിൽ എന്താ ശബ്ദം? പോയി നോക്ക്.
ബോസേ ആ കുട്ടിയാണ് ബോസേ. എനിക്ക് വയ്യ, പേടിയാവണു ബോസേ. ഞാൻ പോട്ടെ, എനിക്ക് എന്റെ മമ്മിയെ കാണാൻ പോണം ബോസേ. എന്നെ ഒന്ന് വിട്ടു തരണം ബോസേ. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണം പ്ലീസ്. എന്ത് മണ്ടത്തരാ നീ പറയുന്നേ? ഒരു കുട്ടീനെ കണ്ട് ഇങ്ങനെ പേടിക്കേ? ഞാനും കാണട്ടെ അവൻ ഏത് തരത്തിലുള്ള കുട്ടിയാണെന്ന്. നീയാണോ ആ കുട്ടി? എന്റെ ആളുകളൊക്കെ നിന്നെ കണ്ട് പേടിക്കുന്നുണ്ടല്ലോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഐ, ഇത് ആരാണത്? വണ്ടിയുടെ മുകളിൽ ആരങ്ങനെ കേറി ഡാൻസ് കളിക്കുന്നത്? ഒന്ന് പറ. ഐ, ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇന്നോ നിങ്ങളുടെ ഫോർമുല ഇത് എടുത്തതിനാണോ എന്നെ പിടിച്ച് ഇങ്ങനെ തല്ലിയിരിക്കണത്? ഈ കുട്ടി എന്നെ അടിച്ചൊരു പരുവാക്കി. ഇനി ഈ കുട്ടിയുടെ അടി ഞാൻ കൊള്ളില്ല. എന്റെ പ്ലാൻ മൊത്തം തല്ലിപ്പൊളിയായി പോയല്ലോ. എന്റെ ശരീരം മുഴുവനും ചതഞ്ഞ് തരിപ്പണമായി. ശിവ, നീ എനിക്ക് വലിയൊരു സഹായമാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാനോ? ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്തിട്ടില്ലേ? നിങ്ങളെ സഹായിക്കാൻ വന്ന് ഇന്ന് എത്ര തവണ ഞാൻ ആ ചുറ്റിന്റെ അടി കൊണ്ടുവന്ന് അറിയോ? ഇപ്പോഴും എനിക്ക് തല വേദനിക്കുന്നുണ്ട്.